ഇന്ന് രാവിലെ ദിവസത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുന്ന് ആരാണെന്ന് അറിഞ്ഞ് അകക്കണ്ണുകൊണ്ട് അവനെ ഒന്ന് കണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നോർത്ത് ആ പരിശുദ്ധ നാമത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന പ്രത്യാശയോടുള്ള ബന്ധത്തിൽ തന്നെ, വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിയ ഒരു കാര്യമുണ്ട്. മരണഭയം നമ്മുടെ ഉള്ളിൽ നീങ്ങി. കാരണം അവൻ കല്ലറ തുറന്ന് മരണത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമില്ലാത്ത തൻ്റെ പരിശുദ്ധ നാമത്തെ ഇന്ന് രാവിലെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. പാപമില്ലാത്തതൻ പരിശുദ്ധ നാമം, പാപമില്ലാത്തതൻ പരിശുദ്ധ നാമം പാടിപ്പുകഴ്ത്തിടുവിൻ. പാടി സ്തുതിച്ചിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. കല്ലറ തുറന്നവൻ വൈരിയെ ജയിച്ചു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. വല്ലഭനായവനേ, വല്ലഭനായവനേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ ചെയ്തിടുവിൻ. ഓ നിത്യവും നമുക്കുള്ള ഭാരങ്ങളഖിലം, നിത്യവും നമുക്കുള്ള ഭാരങ്ങളഖിലം തീർത്തു തരുന്നവനേ, തീർത്തു തരുന്നവനേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ. ഹല്ലേലൂയ. We welcome you Lord. അങ്ങേ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ഞങ്ങളുടെ സാന്നിധ്യമുള്ളതോട് നന്ദി പറയുന്നു. അങ്ങ് കല്ലറ തുറന്ന് മരണത്തെ ജയിച്ചവനാണ്. നിത്യവും ഞങ്ങൾക്കുള്ള ഭാരങ്ങളകിലും ചുമക്കുന്നവനാണ്. പാപമില്ലാത്ത തന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Hallelujah. We praise you, we praise you, we praise you Lord. Hallelujah, 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 hallelujah. ആ പരിശുദ്ധ നാമത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. രാവിലെ ആ നാമത്തെ ഉയർത്തുവാൻ, മുഴുവൻ മഹത്വം അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുവാൻ കർത്താവ്, ഞങ്ങളുടെ വചനത്തിൽ കാണുന്നത് പോലെ അങ്ങയുടെ ശബ്ദം, ഹല്ലേലൂയ, അത് സകലത്തെയും സൃഷ്ടിച്ച ശബ്ദമാണ്. ഇന്ന് രാവിലെയും ആ ശബ്ദം കേട്ട് സമാധാനം വർദ്ധിച്ചവരായി, പ്രത്യാശ വർദ്ധിച്ചവരായി, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ ദർശനം, ഹല്ലേലൂയ, എന്നും നിലനിൽക്കത്തക്ക രീതിയിൽ അങ്ങയെ കണ്ടവരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രാവിലെ ശുശ്രൂഷകളെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. രാവിലെ അങ്ങയുടെ കൃപ അനുഭവിച്ചവരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. വിവിധ നിലകളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുക്കുന്ന വിടുതലിനായി, സൗഖ്യത്തിനായി, മറുപടികൾക്കായി നന്ദി പറയുന്നു. കർത്താവ് യാത്രയിലായിരിക്കുന്ന, നാട്ടിലായിരിക്കുന്ന, സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ ഒരിക്കൽ കൂടെ രോഗത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുക്കുന്ന സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി നന്ദി പറയുന്നു. രാവിലെ ഏകാഗ്രതയോടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഉയർത്തുവാൻ കൃപ ചെയ്യണമേ. സകലത്തിലും അങ്ങയുടെ പുത്രൻ മാത്രം, പുത്രന്റെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ഒരുക്കിയല്ലോ. നന്ദി പറയാം, നന്ദി പറയാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ പറയുന്നു. സൂമിലായിരിക്കുന്നവർക്കും വന്ദനത്തെ പറയുന്നു. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. ചെറിയൊരു സങ്കീർത്തനം ചേർന്ന് വായിക്കാം. 93-ാം സങ്കീർത്തനം, Psalm number 93. Let's read it together. 93-ാം സങ്കീർത്തനം നമ്മുടെ ദൈവത്തിന്റെ മഹിമയെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനം. വായിക്കാം.
യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു. ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹിമ എത്രയോ വലുതാണെന്ന് വിവരിക്കുന്ന സങ്കീർത്തനങ്ങൾ അനവധിയാണ്. അതിലൊരു സങ്കീർത്തനമാണ് ആദ്യത്തെ വാക്കുകൾ. നോക്കിക്കേ പ്രിയമുള്ളവരെ, സകലത്തിൻ്റെ മീതെ വാഴുന്ന ഒരുവൻ. നമ്മുടെ പ്രശ്നത്തിൻ്റെ മീതെ, ഈ ലോകത്തിൻ്റെ മീതെ, സകല സൃഷ്ടിക്കും മീതെ, പൈശാചിക തന്ത്രങ്ങൾക്ക് മീതെ നമുക്ക് ഹല്ലേലൂയ കാണുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അതെന്റെ യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, അവൻ ബലം അരക്കി കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. ഭൂലോകത്തിന്റെ കാര്യം വിടാം, ഒരു ഭക്തൻ ഇളകാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ഈ വാഴുന്നവനായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ആ വെളിപ്പാടുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ. ഈ കഴിഞ്ഞ ആഴ്ചയിലും അനവധി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ വന്നു. എന്നിട്ടും നമ്മൾ ഇളകാതെ ഉറച്ചു നിൽക്കുകയാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയി, എങ്കിലും ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. രാവിലെയും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, അവിടുത്തെ സ്തുതിക്കുവാൻ, ഈ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, അവിടുന്ന് വാഴുന്നവനെന്ന് പറയുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. My Lord reigns. He reigns over everything. എല്ലാറ്റിനും മീതെ വാഴുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് മീതെ, പ്രശ്നങ്ങളുടെ മീതെ, പൈശാചിക തന്ത്രങ്ങൾക്ക് മീതെ, മനുഷ്യന്റെ ആലോചനകൾക്ക് മീതെ ഉന്നതനായി വാഴുന്നവൻ നമ്മുടെ ദൈവം മാത്രം, ദൈവം മാത്രം, ദൈവം മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ രാവിലെ ആ പരിശുദ്ധ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. സകലത്തെയും വാഴുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന, ഒറ്റ വാക്കിനാൽ സകലത്തെ വിളിച്ചു വരുത്തിയ ആ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം, സ്തുതിക്കാം. അവനോട് പറയാം, ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തുതികൾ സകലതും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഞങ്ങൾ പറയുന്നു. യെശയ്യാവിന് ലഭിച്ച ആ ദർശനത്തിന് നടുവിൽ യെശയ്യാവ് കണ്ടത് ഇതാണ്: സാറാഫുകൾ ഒരുത്തനോട് ഒരുത്തൻ ദൈവമേ അങ്ങ് പരിശുദ്ധൻ, ദൈവമേ അങ്ങ് പരിശുദ്ധൻ, ദൈവമേ അങ്ങ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നാമത്തെ അവർ അന്യോന്യം ഉയർത്തുമ്പോൾ തിരുമുഖ ശോഭ കണ്ട് അവനോട് നമുക്ക് പറയാം, ദൈവമേ അങ്ങ് പരിശുദ്ധൻ, ദൈവമേ അങ്ങ് പരിശുദ്ധൻ, ദൈവമേ അങ്ങ് പരിശുദ്ധൻ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം. കരങ്ങളെ ഉയർത്തി ഹൃദയത്തിൽ നിന്ന് അവിടുത്തോട് പറയാം, കർത്താവേ അങ്ങ് പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഒരിക്കൽ കൂടെ ദൈവം പരിശുദ്ധൻ. ഓ ദൈവം. എല്ലാവരും ചേർന്ന് അവിടുത്തോട് പറയാം, ദൈവമേ അങ്ങ് പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രം യേശുവേ, സ്തോത്രത്തിന് യോഗ്യൻ, സകലനാമം പാടുന്നു. ദൈവം പരിശുദ്ധൻ.
ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുമേ, സകലനാം പാടുന്നു. ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ പാപഭാരം ചുമന്നതാ ദൈവത്തിന്റെ പരിശുദ്ധ കുഞ്ഞാട്. ഹല്ലേലൂയ. സകലനാവും പാടുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം. Hallelujah. We praise you, Lord. We praise you, Lord. We praise you, Lord. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ദൈവം. Hallelujah, 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 hallelujah. We praise you, 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 Lord. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ, സകലനാം പാടുന്നു. ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ, സകലനാം പാടുന്നു. Hallelujah. Praise you, Lord. Oh, ദൈവം. Hallelujah, hallelujah, hallelujah. Amen. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. അങ്ങയുടെ മുമ്പിൽ വണങ്ങി അങ്ങ് പരിശുദ്ധൻ. അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാതിരുന്നവരെ യോഗ്യതയാക്കി തീർന്നു. We praise you, Lord. ഞങ്ങൾക്കത് മറക്കാവുന്നതല്ല. ഞങ്ങളെന്തോ തങ്ങിയ സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ. മുഴു ബലവും മുഴു ശക്തിയും അങ്ങയുടെ സന്നിധിയിൽ അർപ്പിച്ചു. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിൽ എന്നേക്കും ഉചിതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you, Lord. Hallelujah, 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 hallelujah. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. അവൻ ആരെന്നറിഞ്ഞ് അവനെ ഒന്ന് മഹത്വപ്പെടുത്താം. അവൻ ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, സർവോപരി തെറ്റുപറ്റാത്തവൻ, മാറ്റമില്ലാത്തവൻ, പരിശുദ്ധനായവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൂതരും സകല സൃഷ്ടികളും അവനെ വണങ്ങുന്നു. അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവനെ വാഴ്ത്തട്ടെ. അവൻ പരിശുദ്ധൻ എന്ന് പറയട്ടെ. ഹല്ലേലൂയ. Praise you, praise you, praise you, praise you, praise you, praise you. Hallelujah, 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 hallelujah. കർത്താവിനെ കുറിച്ച് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വെളിപ്പാട്. അവൻ എന്നും എന്നും എന്നേക്കും അനന്യന, മാറ്റമില്ലാതെ. ഹല്ലേലൂയ. ഇമ്മ്യൂട്ടബിൾ, മാറ്റമില്ല.
തെറ്റ് പറ്റത്തില്ല. നമുക്കൊക്കെ തെറ്റ് പറ്റും, നമ്മുടെ ഡിസിഷൻസ് തെറ്റ് പറ്റും. മനുഷ്യന്റെ വാക്കുകൾ മാറിപ്പോന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സാഹചര്യങ്ങൾ മാറി, ഗവൺമെന്റുകളൊക്കെ മാറുന്നു. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ പെട്ടെന്നാണ് ഗവൺമെന്റ് മാറി. ഇനി എത്രയോ ഗവൺമെന്റുകൾ മാറാണ്ടിരിക്കുന്നു. പക്ഷെ മാറ്റമില്ലാതെ എന്നേക്കും സ്ഥിതനായി ഒരുവൻ മാത്രം. അതിനെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞു, അവൻ അനാദിയായ ദൈവമാണ്. അനാദിയായവൻ, ആദിക്ക് മുമ്പുള്ളവൻ. അവന് മാറ്റമില്ല. അവൻ മാത്രം നിൽക്കുക. സകലതും മാറിപ്പോകുമ്പോഴും അവൻ മാത്രം നിൽക്കുന്നു. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, യേശു മാറാത്തവൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പലരും പല വിധത്തിലുള്ള അനുഭവങ്ങളോട് പോകുന്നവരാണ്. എന്നാൽ ഇന്ന് രാവിലെ അതെല്ലാം ഒന്നും മറക്കാൻ ശ്രമിച്ച് ദൈവം ആരാണെന്ന് അറിഞ്ഞ് അവൻ മാറ്റമില്ലാത്തവനായതുകൊണ്ട് അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ എന്ന് എറിഞ്ഞു കൊടുത്തിട്ട് പറയാൻ, കർത്താവേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു നീ മാറ്റമില്ലാത്തവനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും ഒന്നാം പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നാം പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോനിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോനിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എല്ലങ്കരങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. എല്ലങ്കരങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവുമവൻ. യോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവുമവൻ. ഓ നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാ ശുദ്ധീകരിച്ചെന്നെയും. ഹല്ലേലൂയ. ഓ യേശു മാറാത്തവൻ, ഹല്ലേലൂയ.
എന്നുള്ളം തുള്ളുന്നേ. ഹല്ലേലൂയ. എന്തൊരു അത്ഭുതം! ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവൻ മാറാത്തവനായതുകൊണ്ട്, അവൻ മാറാത്തവനായതുകൊണ്ട്. ഹല്ലേലൂയ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you, Lord, we praise you, Lord, we praise you, Lord, we praise you, Lord. Hallelujah, 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 hallelujah. Oh, we praise you, we praise you, we praise you, we praise you, we praise you. Oh, അവൻ മാറാത്തവൻ, മാറാത്തവൻ, മാറാത്തവൻ. അവൻ പരിശുദ്ധൻ, അവൻ മാറാത്തവൻ. Hallelujah, 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 hallelujah. സ്തോത്രം, 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 സ്തോത്രം. അനാദിയായ ശാശ്വതവാസിയായ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വിളിച്ച വിളിയെ ഓർത്ത് പാട്ടുകാരൻ പറയും, ഇതെന്തൊരു അത്ഭുതമാ, ഇതെന്തൊരു അത്ഭുതമാ, ഇതെന്തൊരു അത്ഭുതമാ. ഹല്ലേലൂയ, സ്തോത്രം. Praise the Lord, 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 praise the Lord. നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ജെയ്സൺ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധപിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങ് മാത്രം പരിശുദ്ധനെന്നും അങ്ങ് മാത്രം വിശുദ്ധനെന്നും അപ്പാ അങ്ങേ പാടി സ്തുതിപ്പാൻ ഒരു അവസരം കൂടെ ജീവിതത്തിൽ തന്നതിനായി നന്ദി കർത്താവേ. ഈ പരിശുദ്ധ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ കർത്താവേ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനായി നന്ദി കർത്താവേ. പാപത്തിന്റെ അഴുക്ക് ചേറ്റിൽ ഞങ്ങളെ വിടുവിച്ച് രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങ് മാത്രം ഏക പരിശുദ്ധനാകിയാൽ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഈ വൻ കൃപയ്ക്കായി നന്ദി, ഈ അത്ഭുത കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. എല്ലാം മഹത്വം, ആരാധന, പുകഴ്ച തുടർന്ന് അങ്ങയുടെ സാന്നിധ്യം വ്യാപരിച്ചാട്ടെ. അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ദാസനോട് സംസാരിച്ചാട്ടെ. തിരുനാമം എല്ലാവരിലും മഹത്വം എടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു ആരാധനാ ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു. ഈ പട്ടണത്തിൽ തിരക്കേറിയ സാഹചര്യത്തിൽ നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയൊക്കെയും ദൈവം സൂക്ഷിച്ച ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം. സൂമിലും ദൈവ പ്രിയപ്പെട്ടവരായിരിക്കുന്നവരോട് ഡാലസിനും പ്രിയപ്പെട്ട് ജോയിൻ ചെയ്തവരും എല്ലാവർക്കായും കർത്താവിന് സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് ബിഫോർ ഐ ഗോ ഫർദർ, വെർ ഇസ് അവർ ലിറ്റിൽ വൺസ് കം ഫോർവേഡ്. ജേസനെ, ജേസൻ, ഈ മൈക്കിന് ഒത്തിരി ഹോളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. Faith is the substance of things hoped for, the evidence of things not seen.
Hebrews 11, verses 1. First John 4:19. We love because he first loved us. James 5 verse 18. And then he prayed again, and the heavens gave rain, and the earth bore its fruit. Psalms 24 verses 3 and 4. Who can ascend into the hill of the Lord, or who can stand in his holy place? He who has clean hands and a pure heart, who has not lifted up his soul to an idol nor swore deceitfully. Those who live according to the flesh have their mind set on what the flesh desires, but those who live according to the Spirit has ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. ഡാനിയേൽ ഉൽപ്പത്തി 4-ന്റെ ശരിയാ 4:10-11. നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കും. ഒരു വാക്യം കൂടെ, ഹെബ്രായ ലേഖനം. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല, മലയാളം ഞാൻ തന്നെ വായിക്കാം. 12-ാം അധ്യായം 18-ാം അധ്യായം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. 22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരിലിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് വടക്കിലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നോട് വായിക്കുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. ദ പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ ശക്തി. ദ പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ഒരു പാടുണ്ട്, ആ ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന ദൈവസ്നേഹം. അതൊഴുകി ഒഴുകി എന്നിൽ. അത് രക്തത്തിൻ്റെ വേറൊരു വാക്കാ, ദൈവസ്നേഹം. അത് പറയേണ്ടത് ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തമെന്നാണ്. പാട്ടുകാരൻ പറഞ്ഞത്, ആത്മാവിൽ പറഞ്ഞത് ദൈവസ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ആ രക്തം ഒഴുകി വന്ന് പതിക്കേണ്ടത് നിന്നിലാണ്. കർത്താവേ, അങ്ങയുടെ വലിയ വചനത്തിനായി സ്തോത്രം. അത് അങ്ങയോളം വലിപ്പമുണ്ട്. അതെന്നോട് സംസാരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. പലപ്പോഴും പലരും സംസാരിക്കാത്ത ഒരു വിഷയമാണ്, 2-3 വിഷയങ്ങൾ ഒന്നായത്. ഒന്ന്, കർത്താവിൻ്റെ വരവിനെ പറ്റി കുറച്ചേ സംസാരിക്കാവുള്ളൂ. പ്രസംഗ വേദികളിലെ അല്ലാതെ സംസാരിക്കുന്നതല്ല ഞാൻ പറഞ്ഞു, പ്രസംഗം. 2, രക്തത്തിൻ്റെ ശക്തി. 3, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഇതൊക്കെ ജനം അറിയേണ്ട കാര്യങ്ങളാണ്.
ഇന്നത്തെ സ്റ്റേജിൽ മിക്കവാറും എല്ലാ സ്റ്റേജുകളും ഡെലിവറൻസാണ് വിഷയം. ഡെലിവറൻസ് ഉണ്ട്, ഇല്ല, ഡെലിവറൻസ് ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ അത് മറ്റൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിവേ, ഈ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതെന്നറിയാമോ? ബ്ലഡാണ്. നമ്മൾ ചിലപ്പോൾ പറയും ഹാർട്ടാന്ന് പറയും, അല്ലെങ്കിൽ വേറെ വലതും പറയും. ഇതെല്ലാം ശരിയാ, തെറ്റൊന്നുമില്ല. പക്ഷേ ബ്ലഡ് ഉണ്ടെങ്കിൽ ഇതെല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. ബ്ലഡ് ഇല്ലെങ്കിൽ ജീവനില്ല. ബൈബിളിൽ പറയുന്നു, മനുഷ്യന്റെ രക്തത്തിലല്ലയോ ജീവൻ കലർന്നിരിക്കുന്നത്. ബ്ലഡിലാ ജീവൻ. അവിടെയാണ് പിശാച് പ്രവർത്തിച്ച രക്തത്തെ എന്ത് ചെയ്തു? മലിനമാക്കി. മനുഷ്യന്റെ പാപം കലർന്നു. അത് എൻ്റെ ഒരു എന്താണ് പറയുന്നത്, വ്യാഖ്യാനം. അതെ, ബൈബിളിനകത്ത് അങ്ങനെ എഴുതിയിട്ടില്ല. എന്നാലും എൻ്റെ മനസ്സുകൊണ്ട് പോയത് ആത്മാവ് പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ദൈവം പറഞ്ഞു ഞാൻ പറയുന്നില്ല. ഈ ഭക്ഷിക്കുന്നത് വല്ലതും രക്തം കുറവാണെങ്കിൽ അന്ന് മഞ്ഞിത്തിരിക്കുന്നത് എന്തുവാ? രക്തം കുറവാണോ? അപ്പോൾ വല്ലതും ഒന്ന് കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് ചിന്തിക്കുക, ഫ്രൂട്ട് കഴിച്ചു. അതൊന്നും പറഞ്ഞിട്ട് ഫ്രൂട്ട് കഴിച്ചപ്പോൾ എന്തു ചെയ്തു? പാപത്തിൻ്റെ പ്രവൃത്തിയായ അവയിൽ കൂടെ രക്തത്തിൽ മലിനത പകർന്നു. അത് പേഴ്സണൽ വ്യാഖ്യാനമാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ആശയം മനസ്സിലാക്കിയാൽ. ബ്ലഡിനകത്ത് എന്ത് ചെയ്തു? പാപം കലർന്നു. പെട്ടെന്ന് മുൻപോട്ട് ഈ പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ബ്ലഡാ ഒരു ലൈൻ വരച്ച. എത്ര ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു നോക്കി. ചിലർ ടൈ കെട്ടി, ചിലർ ടൈ കെട്ടാതെ. ഒന്ന് ആലോചിച്ച് നോക്കി, രക്തത്തിനകത്തിരുന്നാലോ? പഴയ നിയമത്തിന് അറിയാം പറഞ്ഞേ. വരുമ്പോൾ എല്ലായിടത്തും എന്ത് ചെയ്യണം? എല്ലായിടത്തും വന്ന് ശ്വാസത്തെ പോലും രക്തം നിറയ്ക്കണം. കയറി വരുമ്പോഴത്തേക്ക് എന്തുവാ? ആട്, മൃഗം, കാള, കുറുപ്രാവ്, ഇതിനെല്ലാം കണ്ടിച്ച് രക്തമായിട്ട് അകത്തോട്ട് വരുന്നേ. ഇതൊന്നും വേണ്ടാത്ത ഒരു സാഹചര്യം കർത്താവ് തന്നല്ലോ. പിന്നെ ഒരു കാര്യം മാത്രം പുതുനിയമം ഊന്നി പറയുന്നു, സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ. 1000 കാളകളെക്കാളും ആടുപാടുകളെക്കാളും ഒരു സ്തോത്രത്തിന് വിലയുണ്ടെന്ന്. ഞാനും ബാലനുമായി അവിടെ വരെ പോയിട്ട് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. യാഗത്തിനാ പോയത് എന്നുള്ളത് വാസ്തവമാണെങ്കിലും അബ്രഹാം പറയുക, ഞാൻ എവിടാ പോകുന്നേ? എൻ്റെ മനസ്സിൽ പോയ ആശയം ഞാൻ പറയുക, ആ യാഗപീഠത്തിലേക്ക് നോക്കിയിട്ട് പറയുക, മോനെ നിനക്ക് പകരം, മോൻ അടുത്ത് പോണ്ട്, നിനക്ക് പകരം ദാ ഒരു ആട്ടിൻകുട്ടി കത്തിയെറിയുന്നു. അത് ഓർക്കുന്നതാ ആരാധന. അവിടെയാണ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന സ്ഥലം. ആരാധനയിൽ സമർപ്പണമില്ലെങ്കിൽ ആരാധനയല്ല. If you really worship God, you need to submit your life. ആരെങ്കിലും കാണിക്കാൻ വേണ്ടി വന്ന് നോക്കി ഞങ്ങളുടെ സഭയിൽ ആരാധന കാണെങ്കിൽ അതിനു വേണ്ടിയല്ല. ഒരു സ്തോത്രം പറയണേ. കാണുന്നവൻ കാണട്ടെ, കാണാത്തവൻ കാണണ്ട. നീ ദൈവമായി വ്യക്തിപരമായിട്ടാ. ഒരു ലാമ്പ് ദേണ്ട കിടക്കുന്നു, നിനക്ക് പകരമായി. മോറിയായിൽ പ്രൊവൈഡർ ദൈവമാ, പ്രൊവിഷൻ ആട്ടിൻകുട്ടിയാ. കാൽവറിയിൽ
പ്രൊവൈഡറും പ്രൊവിഷനും ഒരുവനാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും, ഞാൻ പതുക്കെ പോകുന്നത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി, സൃഷ്ടിച്ച മനുഷ്യൻ God's own likeness and image. സൃഷ്ടിച്ച മനുഷ്യൻ എന്തിനാ സൃഷ്ടിച്ചെന്നറിയാമോ? അവനോട് കൂടെ വസിക്കുവാൻ. അത് മറ്റു ശരിയാ. ടു റിഫ്ലക്ട്. ഇന്ന് ഇന്നലെ വൈകിട്ടത്തെ കുഞ്ഞുങ്ങളുടെ ഇതുണ്ടല്ലോ, കണ്ണാടി, റിഫ്ലക്ട്. നമ്മെ ദൈവത്തെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി. അതല്ല എൻ്റെ ഇപ്പോഴത്തെ വിഷയം. കൂടെ വസിക്കാൻ, കൂടെ വസിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്ത് വെച്ചു. എവിടെയെങ്കിലും പോയാൽ വരത്തില്ല. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതിന് ശേഷമാ ഏദൻ തോട്ടമുണ്ടാക്കിയത്. എല്ലാറ്റിൻ്റെ ആരംഭത്തോടെ ഏത് തോട്ടമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് പാർക്കേണ്ടതിന് വേണ്ടി ഒരു ഏദൻ തോട്ടമുണ്ടാക്കി എന്ന് ബൈബിളിലുണ്ട്. അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ദൈവജനത്തിന് പാർക്കേണ്ട ഇടമുണ്ട് കേട്ടോ. പുതിയ നിയമത്തിലെ തോട്ടം എന്ന് പറയാം സഭ. കെട്ടി അടച്ച തോട്ടം. ചുമ്മാതി കയറി ഇറങ്ങേണ്ട സ്ഥലമല്ല ദൈവസഭ. വിശുദ്ധന്മാരുടെ കൂട്ടമാ. അതുപോലെ പ്രത്യേക ഉദ്ദേശപ്രകാരം വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടം. ലോകവും ദൈവസഭയും ഒന്നിച്ചു പോകത്തില്ല. സഭയിൽ പാപികൾക്ക് വെൽക്കമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. And come as you are, go as you are എന്നൊരു പ്ലേസ് ഇല്ല. കുറഞ്ഞ പക്ഷം അകത്ത് വന്നാൽ രക്ഷിതാവിനെ കണ്ടുമടങ്ങണം. രക്ഷിതാവിനെ ഓ നിന്റെ പേർക്കല്ലേ കുറഞ്ഞ പക്ഷം ദൈവസഭയിൽ ക്രൂശിനെ കുറിച്ചും രക്തത്തെക്കുറിച്ചും പ്രസംഗം ഇല്ലെങ്കിൽ എങ്ങനെ അവർ കേൾക്കും? നീ വാ, വിടുതല പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക, വീട്ടിൽ പോ, വാരല്ല തലയാക്കുന്ന പ്രസംഗമല്ല ദൈവസഭയ്ക്ക് ആവശ്യം. ഒന്ന്, ദൈവഭക്തനാവശ്യം രക്തത്തിന്റെ വിലയാ. പാപിക്കാവശ്യം ക്രൂശിൽ രക്തമാ. രണ്ടും സഭയിൽ വേണം. സ്തോത്രം. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ രക്തം, ശലോമോന്റെ ആലയത്തിൽ രക്തം, പിന്നെ ആരാധനയിൽ രക്തം, ഓരോ ഉപകരണത്തിന്മേൽ രക്തം, എല്ലായിടത്തും രക്തം. അപ്പൊ രക്തത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടെ വസിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മോളെ ഇതങ്ങ് മാറ്റിയേ. ഇനി അവർ കാണുമോ? യു ബി ദർ റൈറ്റ് ലേറ്റർ. നോ ജസ്റ്റ് പുട്ട് ബാക്ക് ദ സൂം. സ്റ്റോപ്പ് ദിസ് സ്ലൈഡ് ആൻഡ് പുട്ട്. ഇതങ്ങ് നിർത്തിയിട്ടെ സൂം ഇട്ടാൽ. ഓക്കെ, ശ്രദ്ധിക്കണേ. നമ്മുടെ ജോണിയുടെ അഭാവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ദൈവാനുരൂപമായി സൃഷ്ടിച്ച മനുഷ്യന്റെ അടുക്കൽ തോറ്റ ഒരുവൻ വന്നു. എപ്പോഴും തോൽവിയുള്ളവനാ ദൈവമക്കൾ നോക്കുന്നത്. നിങ്ങൾ ആത്മീയത്തിൽ തോറ്റവനും ഉണ്ടല്ലോ, നിൽക്കുന്നതിനെ തോപ്പിക്കാൻ നോക്കും. ഞാൻ ആത്മീയതയുടെ കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ അകന്നു നിൽക്കുന്നവൻ മറ്റുള്ളവനെ കൊണ്ടും അകറ്റാൻ നോക്കും.
എല്ലായിടത്തും ഒരു ആത്മീയൻ വളരെ കെയർഫുൾ ആയിരിക്കണം, സൂക്ഷ്മതയോടെ ആയിരിക്കണം. അതിലൊന്ന് ദുരുപദേശം. ദുരുപദേശ വിഷയം പഠിപ്പിക്കുന്നുണ്ട്, ഉപദേശ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഈ സഭയിൽ നടക്കുന്ന കാര്യമാകട്ടോ. പറഞ്ഞു മനസ്സിലായില്ല? ഇതൊക്കെ എവിടെ നടക്കുന്ന IPC എബ്രോഡല്ല, EPC നടക്കുന്ന കാര്യമാണ്. ബുധനാഴ്ച ദിവസങ്ങൾ ഉപദേശം പഠിപ്പിക്കുന്നത് ആർക്കറിയാം? ഇത് വലിയോ നമ്മളാരും ഈ വിഷയം അറിയുന്നേയില്ല. ബാക്കി ഞാൻ പറയാം. ഞാനല്ലാതെ ആരാ പറഞ്ഞത്? കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, പൗലോസ് പറയുക, എൻ്റെ ശുശ്രൂഷയിൽ ആരംഭിച്ച സഭയായത്. ഇതല്ല പൗലോസ് പറഞ്ഞത്, ഫിലിപ്പി സഭ. വർഷങ്ങൾക്ക് ശേഷം ലേഖനം എഴുതുക, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. എനിക്ക് ആ ദിവസം ഓർമ്മയുണ്ട്. ആശയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ യൂറോപ്പിലേക്ക് വന്ന ദിവസം, ലുദിയായുടെ ഹൃദയം തുറന്ന ദിവസം, ഞങ്ങൾ കാരാഗ്രഹത്തിൽ അടികൊണ്ട ദിവസം, കാരാഗ്രഹപ്രമാണം രക്ഷിക്കപ്പെട്ട ദിവസം, അങ്ങനെ ആരംഭിച്ച സഭ ഇന്ന് ഈ പട്ടണത്തിൽ വലിയൊരു സഭയായി തീർന്നു. അവരോട് പറയാം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. 3-ന്റെ താഴോട്ട് 2-ന്റെ താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണേ, എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരു ദൈവഭൃത്യൻ ഒരു ദൈവസഭയെ നയിക്കുമ്പോൾ അവരുടെ അധ്വാനം സഫലമായി തീരണമെങ്കിൽ വിശ്വാസികൾ ദൈവത്തോട് നിൽക്കണം. അതാ അതിൻ്റെ അർത്ഥം. അവിടെ ഇരിക്കുന്ന അർത്ഥമാണ്. വേറെ സ്ഥലത്ത് നമ്മൾ പഠിക്കുന്ന തെറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ കപ്പല് ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഞാൻ പറയത്തില്ലയോ, ഞാൻ ഓടിച്ചോളാം. ഇടയ്ക്കിടെ ഗ്ലാസ്സിൽ കൂടെ നോക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലേ? എന്തോ നോക്കാനാ? തലയും കൈ സൈഡ് മിററേ, ഇതുവഴി ആരെങ്കിലും തലയും കയ്യും പറയുന്ന ഇടുന്നുണ്ടോ? ഇതുവരെ അറിയുന്നു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത വില തെറ്റുകൊണ്ടോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നേ. അപകടമൊന്നും വരത്തില്ല. ആ സാധനം ഇത് അവിടെ കാണത്തില്ല. അതാണ് സർദാർജി ഈ വഴിയിൽ ആക്സിഡൻ്റായി ഒരുവൻ്റെ തല പോയി. കോയി ബാത്തിന് സിർ നെയ്യ ബാക്കി സഭയെന്ന് അത് പറയാ. കോയി ബാത്തിന് അത് സിർ നെയ്യ് തുമ്രി ക്യാ ഹേ, തലയില്ല ബാക്കിയെല്ലാം ഉണ്ടെന്ന്. തലയില്ലേ പിന്നെ എന്താ? നിങ്ങൾ വിഷയം മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം കൈയും തലയും ഒന്നും വെളിയിടാതെ അതും നോക്കി ഇതും കണ്ട്, അതും നോക്കി ഇതും കണ്ട്, ഇതും പിടിച്ച് അതും പിടിച്ച് പോകാതിരിക്കാനില്ല. ഒരു സ്വതന്ത്രം പറയണേ. അവൻ പറയുന്നത് പറയാ, നിങ്ങൾ ഈ കാര്യം ചെയ്തോണ്ടല്ലോ ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കാമെന്നും എല്ലാം ദൈവവാചകം ചെയ്യുന്നത്. പക്ഷെ ദൈവാത്മാവിൻ്റെ ആലോചന നടക്കണം. പരമാർത്ഥികളായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, ദൈവത്തിൻ്റെ അനിന്യരായിരിക്കണം, നിന്ദിക്കപ്പെട്ടു പോകരുത്. പിശാച് മിടുക്കലാ നിന്ദിക്കപ്പെടുവാൻ. നാം തോറ്റ് കണ്ടിട്ട് വേണം അവർ 2 വാക്ക് പറയാൻ, ദേണ്ട കണ്ടോ എന്ന് പറയാൻ. പരമാർത്ഥികളായിരിക്കണം, ഹോണസ്റ്റ്. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ അവിടെ പ്രസംഗിച്ചതാ. ഞാൻ ഓർക്കുന്നില്ല എന്താ പ്രസംഗിച്ചത്. ഹോണസ്റ്റ്, അതെ. വാക്കിംഗ് വിത്ത് ഗോഡ് ആണ് പ്രസംഗ വിഷയം. വാക്കിംഗ് ഇൻ ഓണസ്റ്റ്, ഇന്റഗ്രിറ്റി, ഓണസ്റ്റ്. പറയുന്നതിൽ എന്താ വേണം? ഒരു സ്വതന്ത്രം പറയാം. ശരി, 2 പേരുടെ ഒന്നിച്ചം കൂടും. മനസ്സിലായല്ലോ? നമ്മുടെ സഫീറയും
ദൈവഭൃത്യൻ്റെ അടുക്ക് വരുന്നതിന് മുമ്പേ ആലോചിച്ച് വന്നതാണ്. ഇനി ഞാൻ ഇങ്ങനെ പറയും, നീ അങ്ങനെ പറഞ്ഞേക്കണം. അല്ലെങ്കിൽ അച്ഛൻ എന്തോ പറയാനാ പോകുന്നത്, എന്നോട് പറയും, ഞാൻ അങ്ങനെ പറയണ്ടായോ? ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ഒരു നല്ല സ്തോത്രം പറയാമോ? നമ്മളൊന്നും ചത്തു വീഴാത്തത് കൃപായുഗമായതുകൊണ്ടാണ്. എന്ന് വിചാരിച്ചാകുന്നില്ലേ? പണ്ടത്തെ സ്തോത്രവും സൂത്രവും ഉള്ളിപ്പോഴ് ആത്മീയ ജീവനില്ല. ദൈവസഭ ആത്മീയ ജീവൻ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ഞാൻ നിന്നെ പോലെയുള്ളവൻ നീ നിരൂപിച്ചു. ബൈബിൾ വാക്യമുള്ളതാ. ഞാൻ മിണ്ടാതിരിക്കുന്നതെല്ലാം കണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് കള്ളത്തിന്മേൽ കള്ളം, സൂത്രത്തിന്മേൽ സൂത്രം. മറ്റേ വാക്യം ആദ്യം പറഞ്ഞില്ല. ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന്. പക്ഷേ ആത്മീയമായി മരിച്ചാൽ നീ നിത്യത കാണത്തില്ല. മെമ്പർഷിപ്പ് ബുക്കിൽ മെമ്പർഷിപ്പ് കാണും, പക്ഷെ എവിടെ കാണത്തില്ല? ജീവന്റെ പുസ്തകത്തിൽ പേര് മായ്ച്ചു കളയും. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളോട് യാതൊരു കണക്ക് വരും. നിങ്ങളെ ഇവിടുന്ന് ഞാൻ പ്രസംഗിച്ചാൽ ഇറങ്ങി ഊണിന് വിളിച്ചാലും വരാം, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ദൈവാനുരൂപമായി സൃഷ്ടിച്ചവന്റെ പറയുക, വേറെ ഒരുത്തന്നെ പറയുമൊന്നുമില്ല. അടുത്തുകൂടി തോറ്റവൻ സ്വർഗത്തിലെ ഉന്നതത്തിൽ സൃഷ്ടിപ്പിന്റെ ആഴത്തിൽ പുത്രനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ബൈബിളില്. പുത്രനും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി അവൻ വെട്ടേറ്റ് താഴെ വീണു. ലൂസിഫർ. മേളിൽ സിംഹാസനം വെക്കാൻ വിചാരിച്ചവനിപ്പോ എവിടെയാ? ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ശബ്ദം കേട്ടു, സ്ത്രീയുടെ സന്തതി. വേണ്ട വരട്ടെ, അവനറിയാം ആരാ വരാൻ പോകുന്നെന്ന്. പക്ഷേ എക്സാക്റ്റ് ആ വ്യക്തി ആരെന്ന് മാത്രം അറിയത്തില്ലായിരുന്നു പിശാചിനെ. അതുകൊണ്ട് ആദാമിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി അവന്റെ തലയെ തകർക്കും. ആരുടെ? തോറ്റവന്റെ. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ പിശാചിന്റെ പേരും പറയും. തോറ്റവന്റെ. അവന്റെ പ്രൊജക്റ്റ് വിജയിച്ചു. പക്ഷെ ദൈവം അനുവദിച്ചില്ല. നിഴലായി ഒരു യാഗം അവിടെ നടന്നു. രക്തം ചിന്തി, തോലുകൊണ്ട് നഗ്നത മറച്ചു. എന്തായിരിക്കുന്നേ? സ്തോത്രം. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദാം അവന്റെ സ്വരൂപത്തിലും അവന്റെ സാദൃശ്യത്തിലും അവന് ഒരു മകൻ ജനിച്ചു, കയീൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് ആദാം, പാപം ചെയ്തവന്റെ സാദൃശ്യത്തിൽ മക്കൾ ജനിച്ചു, കയീൻ, ഹാബേൽ. രണ്ടുപേരും ഞാനൊക്കെ വിചാരിക്കുക, എന്തിനായി യാഗം കഴിക്കാൻ പോയത്? മലയാളത്തിലല്ല, ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നോ രക്തം ചിന്തിയെന്നോ ഒക്കെ ശരി, അതൊന്നും തെറ്റായ വിമർശനമല്ല, ഇന്റർപ്രിട്ടേഷൻ അല്ല. അങ്ങനൊന്നും അവരെ കണ്ടം ചെയ്യാൻ ഞാൻ പറയുന്നില്ല. എനിക്ക് മനസ്സിലായത് എബ്രായനെ വായിച്ചപ്പോഴാണ്. വിശ്വാസത്താൽ ഹാബേൽ. വിശ്വാസം എങ്ങനെ വന്നതാ? കേൾവിയാൽ. കേൾവി എങ്ങനെ വന്നതാ? ദൈവത്തിന്റെ വചനം. ദൈവം പറഞ്ഞത് കേട്ടതിന്റെ പരിണിതഫലമായത്. വിശ്വാസം കേൾവിയാൽ വന്നു. കേൾവി ദൈവത്തിന്റെ വചനം. അപ്പൊ ആരാധിക്കണമെന്നുള്ളത് ദൈവം പറഞ്ഞതാ.
അത് പഴയ നിയമത്തിൻ്റെ ആരാധനയ്ക്ക് യാഗവസ്തു അർപ്പിക്കപ്പെടണമെന്ന് ദൈവം പറഞ്ഞു. മുമ്പോട്ട് പോട്ടെ. രണ്ടുപേരും വയലിൽ യാഗം കഴിച്ചു. വിശ്വാസ ഹാബേൽ കൈനേക്കാളിലും ഉത്തമമായി, എന്തെങ്കിലും ദൈവത്തിന് ചെയ്യുന്നതിൽ ഉത്തമമായി. കണ്ടാ തോന്നുന്നു നീ ദൈവത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നത്. വല്ലവരെയും ബോധിപ്പിക്കാമെന്ന് ഒന്നും ചെയ്യണ്ട, ഒരു പ്രതിഫലവും കിട്ടുന്നില്ല. സ്തോത്രം. ദൈവത്തിന് വേണ്ടി. എന്താ അവൻ്റെ വിശ്വാസം? എൻ്റെ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകും. ഇന്ന് രാവിലെ ഇവിടെ ആരാധന എന്ന യാഗം കഴിക്കാൻ വന്നിരിക്കുക. ദൈവപ്രസാദം മേടിച്ചു മടങ്ങണം. താല്പര്യമുണ്ടോ അതിന്? നമ്മുടെ കുഞ്ഞുങ്ങൾ നാം പറയുന്ന കേൾക്കുന്നവേ നമുക്ക് സന്തോഷമാണ്. അങ്ങനെയുള്ള പാരൻസ് ആരും ഉണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ല എൻ്റെ കുഴപ്പമാണ്. അതിലൊരു സന്തോഷത്തോടെ ഇരിക്കുക, അങ്ങനല്ലയോ? അതെന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പറയുന്നതെല്ലാം കേട്ട് എല്ലാവരും കേൾക്കാത്തവർക്ക് സന്തോഷമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാ ദൈവത്തിന് വലിയ പ്രസാദമായി. അതിന് തെളിവ് എൻ്റെ കുഞ്ഞെ കൈനെ, നിന്റെ മുഖം എന്തിനാ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആലയത്തിൽ വരുമ്പോഴെങ്കിലും എന്ത് ചെയ്യരുത്, പുളിവെള്ളം കുടിച്ച പോലെ ഇരിക്കരുതെന്ന് പറയും. ഇവിടെ ഒന്ന് സന്തോഷിച്ചില്ല, പിന്നെ ടി വിയുടെ മുമ്പാണ് സന്തോഷിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇത് കടന്ന് വാവക്കൊന്നും വേണ്ട, കുറഞ്ഞ പക്ഷെ ആ ഒരു സ്മൈൽ ഇങ്ങനെ വെച്ചാൽ മതി. കത്തുപോയി കഴിഞ്ഞ് എന്തുവാ മോർച്ചറിയല്ല ക്രിമിനൽ ഹോമിൽ പണ്ട് ഒരാൾ പറഞ്ഞു എന്നോട്, ഞാൻ പാസ്റ്റർമാരാണ്, അപ്പോൾ ഈ ബോഡി വെക്കാൻ ഇടയ്ക്ക് നമ്മൾ പോകണമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരാൾ പറയാം, ഇങ്ങനെ വെച്ചാൽ അത് ചിരിച്ചുകൊണ്ടിരിക്കുമെന്ന്. ചത്തുപോയ, ഞാൻ നല്ല ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. ചത്തുപോയ ശരീരത്തിൽ പോയി എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ വെച്ചാൽ പിന്നീട് ഇങ്ങനെ വെപ്പിക്കാതെ ഇപ്പം അങ്ങ് വെച്ചു. പക്ഷെ നടന്ന കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത സ്വത്രം. പിന്നെ ചിരിപ്പിക്കാൻ ബന്ധപ്പെട് ഫ്രീസ് ആയ പോലെ ഇരിക്കരുത് സഹോദര. സഹോദരി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരത്തില്ല, അപ്പൊ സഹോദര എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം തിരിച്ചുകൊണ്ടൊക്കെയിരിക്കണ്ടായോ? ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാഞ്ഞോണ്ടാ ഒരു സ്മൈലിങ് പോലും ഇല്ലാത്ത. നമ്മുടെ പാർട്ടി ജയിച്ചാൽ നമ്മൾ കസാര കയറി നിൽക്കുമല്ലോ. സ്വത്രം ഇല്ല ചോച്ചാ, നമ്മുടെ പാർട്ടി ചെയ്ത് നമ്മുടെ കസാര കയറി കീ ജയി വയ്ക്കും. നമ്മുടെ പാർട്ടി എന്തോ പാർട്ടിയാ? ഒരു സ്വന്തം പറയണേ. അങ്ങനെ ആള് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചു കയീൻ. ദൈവം പറയാ, നിന്റെ മുഖം എന്തിനാ വാടിയിരിക്കുന്നത്? നീ എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ നീയും നന്മ അനുഭവിക്കത്തില്ലേ? റോമർ 12 എഴുതി, ദൈവപ്രസാദമുള്ളത് ചെയ്യണം. അങ്ങനെ എഴുതിയിരിക്കുന്നേ, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവീകം ആരാധനയിലുണ്ടെന്ന്. ദൈവത്തിന് പ്രസാദമുണ്ടോ? അതാ വിഷയം. മറ്റുള്ളവർ നോക്കുന്നുണ്ടോ, പാസ്റ്റർ എന്തു പറയുന്നു, അതല്ല വിഷയം. ആലയത്തിൽ വന്നപ്പോൾ അവൻ പ്രസാദിക്കുന്നു, അതാ വിഷയം. ദൈവത്തിന് പ്രസാദം, ദൈവത്തിന് പ്രസാദം. ഞാനതുകൊണ്ടൊക്കെയാ പറയുന്നത്, നമുക്ക് ആലയത്തിൽ വന്നാൽ ഇച്ചിരി നല്ലതാ സൂമിലിരിക്കാതെ. അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് ചേർന്ന് സ്തുതിക്കാൻ കഴിയും. എനിക്ക് നിങ്ങളുടെ മുഖവും കാണാൻ കഴിയും. സ്തോത്രം. മുമ്പോട്ട് പോട്ടെ. എനിക്ക് ഇനി 15 മിനിറ്റൂടെ ഉള്ളൂ, ഇന്നോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ
ദൈവം അവിടെ പറഞ്ഞതാ, കായിൻ്റെ രക്തം, ഹാബേലിൻ്റെ രക്തം ഭൂമിയിലേക്ക് വീണു. അതെന്നോട് സംസാരിക്കുന്ന രക്തം. അത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ആ പോയിന്റ് പറഞ്ഞുള്ളൂ. ഞാൻ പഴയ നിയമത്തിൽ ഉടനീളം നോക്കിയാൽ 2 മക്കൾ, ഇളയവൻ മൂത്തവൻ. മൂത്തവനാണ് അനുഗ്രഹം മുഴുവനും. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. കായീൻ മൂത്തവൻ, ഹാബേൽ ഇളയവൻ. യേശാവ് മൂത്തവൻ, യാക്കോബ് ഇളയവൻ. മനശ്ശെ മൂത്തവൻ, എഫ്രൈം ഇളയവൻ. പക്ഷെ ഇവിടൊക്കെ അനുഗ്രഹം ലഭിച്ച ആർക്കാ? ഇളയവൻ. ദൈവത്തിന് പക്ഷപാതമുണ്ടോ? നാം ദൈവസന്നിധി വിട്ടുപോയാൽ, പിന്മാറ്റി പോയാൽ, ദൈവത്തെ അറിയാതെ പോയാൽ ദൈവത്തെ കുറ്റം പറയരുത്. യെശയ്യാവിന്റെ പുസ്തകം, ഇനിയും ഞാൻ ഈ തോട്ടത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ജീവനും ഭക്തിക്കും, ജീവൻ എന്തുവാ? നിത്യജീവൻ. ഭക്തിക്കാവശ്യമായ ശുശ്രൂഷ വൃന്ദത്തെ ദൈവസഭയിൽ നിയമിച്ചു. പരിശുദ്ധാത്മാവിന് സാന്നിധ്യം കൊടുത്തു. അവൻ കൂടെ ദൈവസഭ മെച്ചൂരിറ്റിയിലേക്ക് വരുവാൻ ദൂത് കൊടുക്കുന്നു. എന്നിട്ടും ഭക്തിയില്ലെന്ന് പറഞ്ഞാലോ? ജീവനും ഭക്തിക്കും ആവശ്യമായതല്ല, ഡിവൈൻ പവർ. ദിവ്യശക്തി. വചനം കേൾക്കണം. ഞാൻ നിങ്ങളൊക്കെ പറയുക, കേവലം ആരാധനക്കാരനായി സൺഡേ മാത്രമായി നിങ്ങൾ ആയിരിക്കരുത്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ ഈ മലയാളക്കരയിലെ പാരമ്പര്യമാണ് കുടുംബ പ്രാർത്ഥനയും രാവിലത്തെ. അതൊന്നും തെറ്റല്ല, അത് ആവശ്യമാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയൊക്കെ വെളിപ്പാട് നിൽക്കുന്നത്. എന്നാൽ ഒരു കുഞ്ഞ് വളരേണ്ടത് വീട്ടിലാണ്. ഏത് വീട്ടിലാണ്? ദൈവസഭയാം ഭവനത്തിൽ. അതുകൊണ്ടാണ് സഭയുടെ ഐക്യത, സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? നല്ല സ്വതന്ത്രം പറയിപ്പിക്കുന്നത് അന്തരീക്ഷം മോശമാകുന്നതുകൊണ്ടാണ്. നല്ല സ്വതന്ത്രം പറയുമ്പോഴാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രം പറയാനേ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഓക്ലഹോമയിൽ നിന്നപ്പം എനിക്ക് ഒരു സഹോദരി പറയും, എനിക്ക് ഭാഷ ഒത്തിരി ഇഷ്ടമാണ്. അയ്യോ, ഒരു സഹോദരി പറയും എനിക്ക് ഭാഷ. ഞാൻ എന്തോ പറ്റി? ഭാഷ നല്ല സ്വതന്ത്രം പറയിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കൊന്ന്, ഞാൻ എൻകറേജ്ഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. പറയണം, നല്ല സ്വതന്ത്രം പറയണം. അത് സൂമിലും പറഞ്ഞാലും കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്വതന്ത്രം. അപ്പോൾ പ്ലാൻ വിജയിച്ച് തോന്നിക്കലും ഒരു മൃഗം അറക്കപ്പെട്ടു, രക്തം ചിന്തി. കാലത്തിന്റെ സമ്പൂർണതയിൽ സാക്ഷാൽ കുഞ്ഞാടിറങ്ങി വന്നു. യുഗങ്ങളുടെ പാറയായവൻ, ആദാം തോട്ടത്തിൽ കേട്ട ശബ്ദം, സ്ത്രീയുടെ സന്തതിയായവൻ, മറ്റു മതങ്ങളുടെ ദൈവം പോലെ പ്രത്യക്ഷപ്പെട്ടൊന്നുമില്ല. അവനെ അങ്ങനെ ചെയ്യാനുള്ള അധികാരമുള്ളൂ, പക്ഷേ ഇതില്ല. ഒരു സ്ത്രീയിൽ നിന്ന് അവൻ ജനിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാ, കന്യക. അയ്യോ, എന്തോ മെസ്സേജാ അത്! ലോക ചരിത്രത്തിൽ അൺബിലീവബിൾ മെസ്സേജാ. കന്യക ഗർഭിണിയാകുന്നത്. ഇവനും ഒരു അദൃശ്യ വ്യക്തി. അതുകൊണ്ടാ
നോർമലായതിന് നോർമലായ കാര്യം മതി. ഇവൻ നോർമലായ വ്യക്തിയല്ല. ഇവന്റെ പേര് സർവശക്തൻ, ഓൾ മൈറ്റി ഗോഡാ. ഇവൻ ഈ ഭൂമിയിൽ വരാൻ ഒരു പുരുഷന്റെ ആവശ്യമില്ല. Praise the Lord. കന്യഗർഭിണിയായി യുഗങ്ങളുടെ പാറ, അറുക്കപ്പെട്ട കുഞ്ഞ, ഇതാ ഇതാ ഇതാ, behold the Lamb of God. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. വിളിച്ചു പറയാൻ ഒരുത്തനെ ദൈവം നേരത്തെ ആക്കി. യോഹന്നാൻ സ്നാപകൻ 6 വയസ്സിന് മൂപ്പ്, 6 മാസം മൂപ്പ്. ഇവനാ എനിക്കിനി പാർട്ടിയുമില്ല, ശിഷ്യത്വമില്ല, ആരും വേണ്ട, എന്റെ കൂടെ അവന് കൊടുപ്പിക്കൂ. അവനാണ് പിൻപറ്റാൻ കൊള്ളാവുന്നവൻ, അവനാണ് രക്ഷിതാവ്, അവനാണ് അറുക്കപ്പെടാൻ വേണ്ടി വന്നവൻ. ഭൂമിയിൽ എത്ര പേര് ജനിച്ചാലും മരിക്കും, പക്ഷെ മരിക്കാൻ വേണ്ടി ആരും ജനിക്കുന്നില്ല. ഒരുത്തൻ മാത്രം മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു എന്ന് പ്രസിദ്ധപ്പെടുത്തിയവൻ യേശുവാ. കായീൻ ഹാബേലിനെ വയലിലേക്ക് കൊണ്ടുപോയി പിതാവ് പുത്രനെ ലോകമാകുന്ന വയലിലേക്ക് അയച്ചു. വയലിലേക്ക് ലോകത്തിലേക്ക്. എന്താണെന്നറിയാമോ? രക്തം ചിന്താൻ. പറഞ്ഞു നിർത്താം. ഗെത്സമനയിൽ 3.5 വർഷം ശുശ്രൂഷിച്ചപ്പോൾ ഇവൻ പുറകെയുണ്ട്. എന്തുവാ ചെയ്യുന്നത്? എന്താ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ നോക്കി വന്നവരെ എല്ലാം തെറ്റിക്കാൻ നോക്കി. അതൊക്കെ പഠന വിഷയമല്ല. 3.5 വർഷത്തിൻ്റെ അവസാനം ഗെത്സമനയിൽ വിയർപ്പ്. അവിടുന്നാ തുടങ്ങുന്നേ. വിയർപ്പ്, ബ്ലഡ് ഡ്രോപ്സ്. ഇതൊന്നും ഇമാജിനേഷൻ അല്ല, റിയലായിട്ട് നടന്ന കാര്യമാണ്. അടുത്തത് ഗബദ്ദ അല്ലെങ്കിൽ കൽക്കളത്തിൽ. എന്തിനാ ഇത്രയും അടിച്ചത്? പുറം ഉഴവ് ചാലു പോലെ. എന്തിനാ തലയിൽ മുൾക്കിരീടം വെച്ചത്? രാജാക്കന്മാർ വെക്കേണ്ടത് സ്വർണ്ണ കിരീടമല്ലേ? ഇവൻ രാജാവല്ലേ? ജനിച്ചപ്പോഴേ ഇവന്റെ ടൈറ്റിൽ രാജാവെന്ന. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. എന്തിനായി മുൾക്കിരീട? മുള്ളിന്റെ ഇടയിൽ രക്തം ധാരധാരയായി ഒഴുകി. ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന രക്തം. പീലാത്തോസ്, ഇവനിൽ ഞാനൊരു ജഡ്ജിയും ഒരു അഡ്വക്കേറ്റും ഒരു മജിസ്ട്രേറ്റും തെറ്റില്ലാത്തവനെ വിധിക്കത്തില്ല. അവസാനം ജനത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് അടിച്ച് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പുറവും ശരീരം ഉഴവുചാലു പോലെയായത്. അവനെ ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവനെ ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു. പബ്ലിക്ക് നോക്കുക, യേശുവിനെ എന്താ കൊണ്ടുവരാത്തത്? നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായോ? യഹൂദന്മാർ നോക്കുക, യേശു എന്തിയേ?
പീലാത്തോസ് ആ മനുഷ്യനാ ഈ മനുഷ്യൻ. എന്താ ഇവനെ മനസ്സിലാകുന്നത്? കണ്ടാൽ ആളല്ല. എന്താ കാര്യം? രക്തത്തിൽ കുളിച്ചിരിക്കുക. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞു. രക്ഷിതാവിനെ ഓ ഓ നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഈ വിഷയം സംസാരിക്കുമ്പോൾ എന്റെ കണ്ണു നിറയും. എന്നറിയാമോ? ഞാൻ രക്ഷിക്കപ്പെടുന്ന ക്രൂശിന്റെ ദർശനം കണ്ട. പബ്ലിക്കിന് മനസ്സിലായില്ല നസ്രയൻ എന്തിയെ. അതുകൊണ്ട് പീലാത്തോസ് പറയേണ്ടി വന്നു, ഇവനാ അവൻ. ഇതേത് ചോദ്യത്തിന്റെ മറുപടി എന്നറിയാമോ? ആദാമേ, നീ എവിടെ? Hey man, where are you? മനുഷ്യ, നീ എവിടെ? ഏദൻ തോട്ടത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാ പീലാത്തോസിന്റെ അരമനയിൽ. ആ മനുഷ്യൻ ഇതാ. നിനക്കറിയാമോ? സൃഷ്ടിച്ച കരം തന്നെയാ രക്ഷിക്കാൻ നീട്ടിയത്. ആണോ ഇല്ലയോ? ദൈവത്തിന്റെ കരം കൊണ്ട് അവരായിരിക്കുന്നത്. ആദാമിനെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ല, മണ്ണുകൊണ്ട് കരത്താൽ സൃഷ്ടിച്ചു. ബൈബിൾ എഴുതുന്നുണ്ട്, ദൈവം തന്നെ കരം കൊണ്ട് മനുഷ്യനെ 53:1 വായിക്കാമോ? ഏത് 53? ഐസയ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു? മതി മതി മതി. താഴോട്ടുള്ള വാക്യങ്ങൾ ക്രൂശിന് ദർശനമാ, ഇല്ലയോ? യെശയ്യാവ് ക്രൂശിനെ പറ്റി പ്രവചിച്ചു പറയുക. ക്രൂശിൽ കയറാൻ പോകുന്ന കുഞ്ഞാടിനെ പറ്റിയാ പറയുന്നത്. അവന് രൂപഗുണമില്ല, കാണാൻ തക്ക സൗന്ദര്യവുമില്ല, രോഗം ശീലിച്ചവരായിരുന്നു, നിന്ദിക്കപ്പെട്ടു. അടുത്തത് മനുഷ്യനെ പറ്റിയ നഗ്നതയുടെ വിഷയമാണ് പറയുന്നത്. മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. പക്ഷെ 51:1 പറയുന്നത് യഹോവയുടെ ഭുജം ഇതാ വെളിപ്പെടുന്നത്. കല്ലുവറിയിൽ നാം കാണുന്നത് കേവലം നസ്രയൻ ക്രൂശിക്കപ്പെടുന്നതല്ല, യഹോവയുടെ ഭുജമാ. The hand of the Lord is on the Calvary. എന്തുവാ? സൃഷ്ടിച്ച കരം രക്ഷിക്കുവാൻ നീട്ടിയതാ. വിശ്വസിക്കത്താൻ ശ്രദ്ധിക്കണം. സൃഷ്ടിച്ച കരം തന്നെ രക്ഷിക്കുവാൻ നീട്ടിയതാണ് കാൽവറി. Praise the Lord. വിലാപ്പുറത്ത് കുത്തി. ആര്? I thank God for the Roman soldier. ഇനിയും വല്ലോ ഇതിനകത്തോണ്ടി അതോടിങ്ങി പോരാൻ വേണ്ടി ചെയ്തില്ലേ അവരെ? അവസാന തുള്ളി രക്തം വരെ. ഈ ഫിൽറ്റി ആയിട്ടുള്ള കറ പിടിച്ച രക്തം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് പോലെ ഇതെല്ലാം എടുത്തു മാറ്റിയിട്ട് അതെല്ലാം ഇങ്ങോട്ട് പകൽ ദിവസം ഓർക്കുന്നുണ്ടോ? ഒരു ഡ്രോപ്പ് പോലുമില്ല.
വേറെ ആരെയും കുത്തിയില്ല. കാൽ ഒടിച്ചതേ ഉള്ളൂ. ഒടിച്ചില്ല. ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രവചനമില്ലയോടെ വിലാപ്പുറത്ത് കുത്തി. വെള്ളവും ഇനിയും ഒന്നും ഇല്ലെന്നുള്ളൊരു അർത്ഥമാ. പ്രൂവ് ചെയ്യിച്ചു. ഞാൻ പറഞ്ഞു കുത്തിയതൊന്നുമല്ല, കുത്തിപ്പിച്ചതാ. അങ്ങനെ കൂടെ വിശ്വസിക്കണം. ഒരു ലോകവും പറഞ്ഞു എന്നാലും മുഴുവൻ രക്തമൊന്നും വാർന്നു പോയില്ലല്ലോ. ഒരു തുള്ളി പോലുമില്ലാതെ എനിക്ക് വേണ്ടി നമ്മെ ദൈവ പൈതലാക്കുവാൻ, നിത്യതയ്ക്ക് യോഗ്യരാക്കി തീർക്കുവാൻ, കൂടാരത്തിൽ ചേർന്ന് വസിക്കുവാൻ. അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ: ഒന്ന്, ദേശത്തെല്ലാം ഇരുട്ട്. സൂര്യൻ, ഞാനങ്ങ് വിചാരിക്കുക സൂര്യന് പോലും കണ്ടു നിൽക്കാൻ വയ്യാത്ത സാഹചര്യം. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ലോകത്തിന്റെ വെളിച്ചമായവൻ പോയതിന്റെ ഇരുട്ടാ. രണ്ട്, തിരശീല. അത് പറയാൻ വിടരുത്, മറക്കരുത്. ഇന്ന് പറഞ്ഞ് പിന്നെയും കുത്തിക്കെട്ടി വീണ്ടും അത് മദ്ബഹ എന്ന് പറഞ്ഞ് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ കാര്യം. ഞാൻ വിമർശിക്കുക, പക്ഷേ കാര്യം പറയണ്ടേ. മേളീന്ന് താഴോട്ടാ, താഴേന്ന് മേപ്പോട്ടല്ല. പൗരോഹിത്യം അവിടെ വെച്ച് അവസാനിച്ചു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശ്വാസത്തിന് പോകുന്നതിന് മുമ്പുള്ള തിരശ്ശീലയാ. അവിടെ വെച്ച് കീറി. അതുകൊണ്ടാ ദൈവവചനത്തിന്റെ സത്യം നാം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. പണ്ടൊരു സഹോദരി വന്നിടത്തേക്ക് മടങ്ങിപ്പോയി. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാൻ സഹോദരി എന്തായാലും അങ്ങനെ എന്താ ചെയ്തത്? അവിടെ ഇവിടെ എന്താ വ്യത്യാസം? എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞു, ഇത്രയും നാളും ബന്ധുക്കോ സഭയിൽ ആരാധിച്ചിട്ടും അവിടെ ഇവിടെ നമ്മുടെ വ്യത്യാസം മനസ്സിലായില്ലേ, പിന്നെ പോകുന്നതല്ലേ നല്ലത്. നിങ്ങളതൊന്നും മിണ്ടാതിരിക്കുന്നത്. പോകണോ? പോണിപ്പിക്കോ? ഇവിടെ പറഞ്ഞിട്ട് പോയാൽ ടീ പാർട്ടി തരാം. സ്വതന്ത്രം നമ്മുടെ സഹോദരൻ സന്തോഷത്തോടെ പോയിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴും പോകുന്നുണ്ട്. പേര് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. സ്വതന്ത്രം വാക്കുകൾ ചുരുക്കുക കേട്ടോ. ഇച്ചിരി ഒന്ന് സന്തോഷമായിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 3, പട്ടാളക്കാർ പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനാ. 4, ഒരു പാപത്താൽ അപ്പം തന്നെ പരദീസയിൽ ചെന്നു. അയ്യോ, ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഒട്ടിക്കപ്പെട്. ശിമോനുകാരൻ വേറെ, കുറനക്കാരൻ്റെ. ബ്ലഡ് ഓഫ് ജീസസ്. ഇനി എൻ്റെ ഭാഗത്തേക്ക് വരിക. ഇപ്പോഴാണ് സംഗതി ടോപ്പിക്ക് വന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ പറയുക സമയം കഴിഞ്ഞു എന്ന്. ഓക്കെ, ജാനേലുണ്ടോ? ഇല്ല, അതൊന്ന് പോയി ഇടാം. ഇനി ഞാൻ അതിടേണ്ടത് ലാസ്റ്റ് സ്ലൈഡ്. കേട്ടോ അത് ഇട്ടോളും. ഇത് മാറ്റാൻ സൈഡ് എന്ന് പറഞ്ഞേ. കഴിഞ്ഞു 5 മിനിറ്റ് ഉണ്ട്. 7 പോയിന്റ് പറയും. യോ, ആദ്യമൻ്റെ പോയിന്റ് നമുക്കറിയാം അല്ലയോ? ഹല്ലേലൂയ. ഇത്ര ശരിയാ. ഏതാ? ആദാമ്യ വർഗത്തിന്റെ പാപത്തിനു വേണ്ടി കാലസമ്പൂർണതയിൽ കുഞ്ഞാട് ഭൂമിയിലേക്ക് വന്നു, അറുക്കപ്പെട്ടു, രക്തം ചിന്തി മാനവജാതിക്ക് വിമോചനം കൊടുത്തു. അത് അനുഭവിച്ചവരായിരിക്കുന്നത്. പണ്ട് ബില്ലിഗ്രാമിനാണ് ചോദിച്ചു, നിങ്ങളുടെ യേശു പാപികളെ രക്ഷിക്കാൻ വേണ്ടി രക്തം ചിന്തിയല്ലോ, എന്നിട്ട് എല്ലാ പാപിയും രക്ഷിക്കപ്പെട്ടോ?
അദ്ദേഹം മറുപടി പറയുന്നത്, എത്രയോ സോപ്പ് കമ്പനിയുണ്ട് ഈ ലോകത്തിൽ, കടകൾ കൊണ്ട് ബ്രാൻഡ് സഹിതം വെച്ചിട്ടുണ്ട്, എല്ലാവരും മേടിക്കുന്നു. അത് മേടിച്ച് കുളിച്ച് നിങ്ങൾ ചെളി പോയേനെ. സൗജന്യമായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ രക്ഷ. നാം അത് അവെയിൽ ചെയ്താൽ മാത്രമേ ചെളി പോകത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? ദ പവർ ഓഫ് ദ ബ്ലഡ്. ഈ ശക്തി ഒന്ന് അറിയണ്ടായോ? അത് പെട്ടെന്ന് പറഞ്ഞു വിടാം. ഇതൊന്ന് വായിച്ചു. റെവലേഷൻ 5:9. എല്ലാവർക്കും അറിയാം. പർച്ചേസ്ഡ് us by the blood of Jesus. വിലയ്ക്ക് വാങ്ങി. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. ആ നീ അറുക്കപ്പെട്ടു. ആ നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഓ വിലയ്ക്ക് വാങ്ങി. കർത്താദാസൻ വിലയ്ക്ക് വാങ്ങുന്നു വീണ്ടെടുപ്പും പറഞ്ഞതാ. എല്ലാവരെയും അവൻ വിലയ്ക്ക് വാങ്ങി. അത് സാർവത്രിക എല്ലാവരെയും. അതിനുവേണ്ടി എന്താ മുടക്കിയത്? ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും. അതിലാരൊക്കെയുണ്ട്? നമ്മളെല്ലാവരും ഉണ്ട്. നമ്മെ വിലയ്ക്ക് വാങ്ങിയതാകട്ടെ, വിലയ്ക്ക് വാങ്ങിയത്. നെക്സ്റ്റ്, ഇത് പറഞ്ഞു പറയാൻ സമയമുള്ളൂ. ഒന്ന് പറഞ്ഞേ വായിച്ച് ഇവിടെ അടുത്ത് വന്നു. പക്ഷേ cleanses us from all, ശുദ്ധീകരിക്കുന്നു. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ രക്തം. നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങനെ പറയുന്ന. അതെ, ഈ കറപിടിച്ച രക്തമെല്ലാം ഒരു സ്ഥലം കൂടെ ഊറ്റി കളഞ്ഞിട്ട് നീ ഇങ്ങനെ തന്നെ ജീവിച്ചോന്ന് പറയുമല്ല. വന സൈഡിൽ കൂടെ ജീവന്റെ രക്തം ഊറ്റുന്നു. ഒരു സ്വതന്ത്രം പറയാമോ? നമ്മിൽ വ്യാപരിക്കുന്ന രക്തത്തിന്റെ ശക്തിയെ മനസ്സിലാക്കും. രക്തം നമ്മെ അടുത്ത് എഫേസ്യർ 1:7 വീണ്ടെടുത്തു. രക്തത്താൽ നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിയ ഇടത്ത് നിന്ന് നമ്മെ വീണ്ടെടുത്തു. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ. ഇനി പാടണ്ട, തിരിച്ചു പോകുമ്പോൾ അത് വണ്ടി ഇട്ടുകൊണ്ട് പോകണം. ഒത്തിരി നാളായി പറഞ്ഞു. വേഗമുണ്ടെന്ന്. ബാക്കി രക്ഷകന്റെ വേല ചെയ്യാനാ പറയുന്നേ. ഹല്ലേലൂയ. ഇന്നലത്തെ സംസാരത്തിൽ നിന്ന് മിക്കവാറും ജേസൻ ഇപ്പം ആഫ്രിക്ക പോകാൻ സാധ്യതയുണ്ട്. അതല്ലേ? ഞാൻ കേട്ട ശരിയല്ലയോ? അതെ. ഇത് ശിവയോടെ ഇല്ലല്ലോ, പോയാൽ പറ്റുമല്ലയോ? പിന്നെ അല്ല. സ്വത്രം ഈ ചർച്ചിൽ അപ്പോ റെഡി നമ്മെ വീണ്ടെടുത്തേ. ഫോർ blood brought near to God. ദൂരസ്ഥരായിരുന്നവർ നമ്മെ അടുത്തേക്ക് കൊണ്ടുവന്നേ. ഇത്ര നല്ല കാര്യം പറഞ്ഞൊരു നല്ല സ്വതന്ത്രമില്ലല്ലോ. ദൂരസ്ഥരായിരുന്നു, പുറം പറമ്പിൽ തള്ളപ്പെട്ടവർ, വാഗ്ദത്തിന് അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവർ. നമ്മുടെ ക്വാളിറ്റിയായി പറയുന്നേ. അവരെ അവിടെ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായി ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവമക്കളെ, നാം ആരും നാം മനസ്സിലാക്കണം. Becomes the members of the household of God. സമീപത്തിലാക്കി, ദൈവ ഭവനത്തിലാക്കി. അത് രണ്ട് വാക്യങ്ങൾ ചേർന്ന് 19 എന്താ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ.
ഹൗസ് ഓഫ് ഗോഡ്, ദൈവ ഭവനം, ദൈവസഭയാത്. അതെ, ദൈവഭവനമായി. അടുത്തത് പ്രൊട്ടക്ഷൻ. പഴയ നിയമത്തിൻ്റെ വെളിച്ചല പറഞ്ഞെങ്കിൽ ഞാൻ പുതു നിയമത്തിൽ കോൺടെക്സ്റ്റ് പറഞ്ഞുതരാം. കൊണ്ട് വായിച്ചേ 12-13 വായിക്കാം ആദ്യം. ആ, നിങ്ങൾക്കറിയാമല്ലോ എവിടെ വെച്ച് പറഞ്ഞാന്ന്. ആ, നിങ്ങളാരാ അവരാരാ? ഞാൻ തെളിയിക്കാൻ പോവാ. ഞാൻ പറഞ്ഞ കഥ പറഞ്ഞു, ദൈവം പറഞ്ഞ നിങ്ങൾ എൻ്റെ ജനമാ. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടു ദൈവം തൻ്റെ ജനത്തെക്കുറിച്ചാണ് കൺസേൺ. അങ്ങനെയാണ് ദൈവം നമ്മെക്കുറിച്ച് കൺസേൺ എന്ന് പറയാമോ? ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാ, യോശുവയോട് പറഞ്ഞു, നീ പോയി എൻ്റെ ജനത്തോട് പറ. ജനത്തെക്കുറിച്ച് ദൈവത്തിന്, ദ പീപ്പിൾ, ഓർക്കുന്നു, ദ പീപ്പിൾ. മോശ തെറ്റിയതെങ്കിൽ സാരമില്ല, ഇറ്റ്സ് ഓക്കെ, അവൻ അനുഭവിച്ചോളും. പക്ഷേ എൻ്റെ ജനമാ, അവർക്ക് വെള്ളം ആവശ്യമാണ്. സോ ജനത്തോട് പറഞ്ഞു, ഞാൻ ആരെന്ന് ഫറവോനറിയും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും. പൊതു നിമിത്തം നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമുക്ക് കട്ടളക്കാലുമില്ല, കുറുബടിയുമില്ല. ഇതാ ഹൃദയം. നല്ല സ്വന്തം പറയണേ. പഴയ നിയമത്തിൻ്റെ എല്ലാം കേവലം നിഴലായിരിക്കുമ്പോൾ പുതു നിയമത്തിൽ ഇതാ ദൈവത്തിൻ്റെ ഭവനം. ഇതിനകത്ത് കട്ടളക്കാലുമുണ്ട്, കുറുമ്പടിയുമുണ്ട്. ഒരു സ്വന്തം പറയാമോ? ഞാൻ ഒന്ന് വായിച്ചാ, ബാക്കിയൊന്ന് വായിച്ചേ, ഒന്ന് മലയാളം പെട്ടെന്ന് വായിക്കണേ, നിങ്ങൾ ടൈം എടുക്കും. ആ ആ ആ ആ ഞാൻ കടന്നു പോകുന്ന പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഞാൻ സംഹാരകനെ അനുവദിക്കത്തില്ല. ഞാനായിരിക്കും നിന്റെ പ്രൊട്ടക്ഷൻ. ഞാൻ അതുവഴി പോകുമ്പോൾ സംഹാരം അതുവഴി വരത്തില്ല. എന്താ കാര്യം? രക്തം അവിടെ ഉണ്ട്. രക്തത്താൽ തളിക്കപ്പെട്ട വിശുദ്ധന്മാർ ഇവിടെയുണ്ടോ? നിനക്കത് പ്രൊട്ടക്ഷനാ. ദൈവം അവിടെയുണ്ട്, അവൻ അവിടെ പോകുന്നുണ്ട്. നിനക്ക് വേണ്ടി ഡീൽ ചെയ്യുന്നവൻ അവനാ. വൈ? ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാ. ഇനി ഞാൻ 22-23 വായിച്ചേ. അപ്പൊ എവിടെ നിന്നാലേ ഉള്ളു ഇത്? എവിടെങ്കിലും എല്ലാവരും നടത്തുമ്പോൾ ജീസസ് യേശു വിടാതെ എന്ന് പറഞ്ഞാൽ ഒന്നും സംഗതി നടക്കത്തില്ല. ഒരു നല്ല സഹോദരൻ പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം നിങ്ങളെല്ലാം ക്ഷീണിച്ചു പോയി, ഞാനും ക്ഷീണിക്കാൻ പോവാ എന്ന് വിചാരിച്ച് ഇരിക്കാനൊന്നും പോകുന്നില്ല. ബ്ലഡ് പറഞ്ഞ പോലെ എല്ലാ 4 കവലകളിലും നടന്നാൽ പ്രൊട്ടക്ഷൻ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആരാണ്ടോട് പറഞ്ഞു, ദൂതൻ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ച പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. 40 പറഞ്ഞാൽ 45 വരെ കൂടെ ഇരിക്കും. മനസ്സിലായവർക്കായ സോദരൻ, ഈ ഭൂമിയിൽ താമസിക്കുന്നതോളം കാലം സത്യക്ക് ഞാൻ പറഞ്ഞുതരാം, ഈ ഭൂമിയിൽ താമസിക്കുന്നതോളം കാലം ലോ ഓഫ് ദ ലാൻഡിന് നമ്മൾ ബാധ്യസ്ഥരാ. ബൈബിൾ അങ്ങനെ പറയുന്നത്. റെഡ് ലൈറ്റ് കണ്ടാൽ സാരമില്ല, ആരുമില്ല, പോകാനൊന്നും ബൈബിൾ പറയുന്നില്ല.
എന്ന് ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലേ, എന്നെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. അല്ല, ഉള്ള കാര്യം പറയണമല്ലോ. സ്റ്റോപ്സ് ഞാൻ സ്റ്റേജിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞതാ, ടോമിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിക്കും ഇങ്ങനെ പോയി നേരെ മുമ്പിൽ പോലീസുണ്ട്. പുള്ളി ആ സൈഡ് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രേസിനോട് ആരെങ്കിലും പിടിക്കാൻ നിൽക്കുകയായിരിക്കും. നമ്മളെപ്പോഴും മറ്റുള്ളൊരാളാണ് ചൂണ്ടുന്നത്. ഇന്നത്തെ വചനം പാസ്റ്റർക്ക് വേണ്ടി ആയിരിക്കും. ചില പറയാറുണ്ട്, ഇന്ന് കേൾക്കേണ്ടവർ വന്നില്ല. ഇന്ന് കേൾക്കേണ്ടവർ വന്നില്ല. അവർക്കുള്ള ഈ കേട്ടിട്ട് നിനക്കെന്താ പ്രയോജനം ഉണ്ടായത്? അവർ വരത്തില്ലെന്ന് ദൈവത്തെ നേരത്തെ അറിയത്തില്ലായിരുന്നു. വന്നവർക്ക് വേണ്ടിയുള്ള വചനമാ. സ്വത്രം. ഇപ്പം ഞാനിങ്ങനെ പറയാം, നമുക്ക് വേണ്ടി പുള്ളി അവിടെ നിൽക്കുന്നത് വരുന്ന ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് ഡീസൻ്റായിട്ട് പോയി അടുത്ത വളവിലിട്ട് പിടിച്ചു. ഒരു പിടിയുമില്ല എന്തിനെ പിടിച്ചു. അങ്ങനെ കൊണ്ട് നമുക്ക് പലപ്പോഴും ഒന്നും അറിയത്തില്ല എന്തിനാണ്. കാരണം അങ്ങ് ഇന്നസെൻ്റ് ആവും. പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഈ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ എനിക്കെന്താ ടിക്കറ്റൊന്നും കിട്ടിയില്ല, ഒരു വാണിംഗ് ലെറ്റർ. കാരണം ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഒരു ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു 40 സ്പീഡാണെങ്കിൽ 45 വരെ ഗ്രേ സ്പീഡിലാണ്. 80 പോയാലോ? ഒറ്റ കുഞ്ഞും മിണ്ടുന്നില്ല. പ്രമോദ് മാധവൻ ചിരിക്കുന്നുണ്ട്. ദൈവത്തെ കുറ്റം പറയരുത്. നീ എവിടെ ആയിരുന്നു, ദൂതനെ അയച്ചില്ലോ എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ അവിടെ ഇല്ല. അതുപോട്ടെ, അകത്തിരുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ കവർ ചെയ്തോളാം. ബി ഇൻസൈഡ് ദ ഹോം because blood is there everywhere. Blood is your protection. അത് ഹൃദയത്തളിച്ചിരിക്കുക. നിന്നെ പൈശാചികൻ അടുത്തു വരാൻ ദൈവം അനുവദിക്കയില്ല. എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ദൈവം എന്നെ കരുതുന്നില്ലല്ലോ എന്ന് പറയരുത്. സിക്സ് ബ്ലഡ്. അതാ ഇന്ന് രാവിലെ വായിച്ചത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ രക്തം സംസാരിക്കുമോ? പഴയ നിയമത്തിൽ വായിച്ചു, ഭൂമി വായു തുറന്നു, ഇല്ലയോ? പുതിയ നിയമത്തെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. രക്തം കാൽവറിയിൽ നിന്നൊഴുകി. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാ, ഒഴുകി ഒഴുകി താഴോട്ട് പാന്നു കാണും. അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രോപ്പെങ്കിലും നിലത്ത് വീഴാതിരുന്നിട്ടില്ല. പുതിയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ആ നിലം നീയും ഞാനുമാ. ഭൂവാസികൾ. ഞാൻ പറഞ്ഞു, അവൻ ഭൂമിയെ സന്ദർശിച്ച് നടക്കുന്നു പറയാൻ. ഭൂമി മണ്ണല്ല, ഭൂവാസികളാ. അങ്ങനെയെങ്കിൽ ഈ രക്തം ഒഴുകി വീണത് എവിടോട്ടാ? നമ്മിലേക്കാ. That blood speaks within us. നിനക്ക് ത്രാണയില്ലേ, സാരമില്ല. നീ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണോ, അവൻ സംസാരിച്ചോളും. മനസ്സിലായവർക്കായി സ്തോത്രം. നീ നിനക്ക് വേണ്ടി വ്യവഹരിക്കാന്ന് പോയി ഈ ഭൂമിയിൽ നിനക്ക് വോയിസ് കിട്ടുന്നില്ല. നിനക്ക് വേണ്ടി പറയുന്ന ഒരുവൻ അകത്തുണ്ട്. The blood of Christ. ആ ബ്ലഡ് ഇതേത് രക്തമാ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തു. വായിച്ചേ. No.
റെവലേഷൻ 12:10-11. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, യെസ്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ആ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസേനയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും. സാക്ഷ്യവചന ഹേതുവായും വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ കേട്ടവരെ കൃത്യം ശ്രദ്ധിക്കാമോ? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും ആ ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചു. ഓ ഹല്ലേലൂയ. മരണപര്യന്തം പ്രാണനെ. രക്തത്തിൽ ജയമുണ്ട്, സാക്ഷിயின் വചനത്തിൽ ജയമുണ്ട്. നമുക്കൊന്ന് എഴുന്നേക്കാം. പരാജയപ്പെടുന്നവരല്ല, ക്രിസ്തുവിൻ രക്തത്താൽ ജയമുള്ളവനാ. പരാജയപ്പെട്ടു പോകരുത്. എഴുന്നേക്ക്. ഒരു വരി മാത്രം പാടാം. ഒരു വരിയോ 2 വരിയോ പാടാൻ കുഴപ്പമില്ല.